രാവിലെ വിശ്വസ്തയോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഏത് സമയം ആറ്റം പൊട്ടും. അടുത്ത ഭാഗം ശ്രദ്ധയോടെ കേൾക്കണം. 2013 എല്ലാവരും മനസ്സിലാക്കണം. 2013 ഇറാൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അഹമ്മദ് നിജാദി. അതിനുശേഷം ഇബ്രാഹിം അൽ റൈസി. അവൻ വന്നിട്ട് പറഞ്ഞു ഇസ്രയേലിനെ 1/2 മണിക്കൂർ കൊണ്ട് ഇറാൻ തീർക്കും. അന്ന് തൊട്ടായി പ്രശ്നം. ഇറാൻ്റെ ഒരു മിസൈലുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യണം. ആ മിസൈലിൻ്റെ പേര് ഷഗാബ് 3. അതിൻ്റെ പ്രത്യേകത 4500 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. അർത്ഥം പശ്ചിമേഷ്യ മുഴുവൻ വീഴും, ഇന്ത്യ വരെ എത്തത്തില്ല. ആ ഒരു മിസൈലാണ് ഷഗാബ് 3. അപ്പോൾ ഇറാനും ഇസ്രയേലുമായിട്ടുള്ള ദൂരം എത്ര ഉണ്ടെന്നറിയോ? വെറും 1900 കിലോമീറ്റർ ഉള്ളു ഇറാനും ഇസ്രയേലും. ഇറാൻ്റെ മേളിൽ നിന്ന് നേരെ ലെബനോൻ വഴി ഇപ്പുറത്ത് സിറിയ കൂടെ കയറി അതിർത്തി ചാടിയ ഒറ്റയടി ഇസ്രയേലിൻ്റെ ആദ്യത്തെ ബോർഡറിൽ കയറാം. 1900 കിലോമീറ്റർ. അതിൻ്റെ അർത്ഥമാ ഗോലാൻ കുന്ന്. അത് കണ്ടപ്പോൾ ഇസ്രയേലിന് പേടി. എല്ലാവരും ഈ കഥ കേൾക്കണം. എല്ലാവരും പേടിച്ചു പോയി. ഇവൻ്റെ കയ്യിൽ ഈ ഷഗാബ് 3 കിട്ടിയാൽ എന്ത് ചെയ്യും? ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി മുതലമച്ചർ ബെഞ്ചമിൻ നെതന്യാഹു അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് സയൻറ്റിസ്റ്റിനെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇസ്രായേലിനെ തകർക്കുവാൻ ഇറാൻ്റെ കയ്യിൽ ഷഗാബ് 3 മിസൈൽ. അതിനുവേണ്ടി നമ്മൾക്ക് ഒരു കവചം ഒരുക്കണം. അവർ പട്ടാളക്കാരും പോലീസുകാരും പറഞ്ഞു, സാർ വിഷമിക്കേണ്ട, നമ്മുടെ എല്ലാ വീട്ടിലും ബങ്കറുണ്ട്. ബങ്കർ ബസ് സ്റ്റോപ്പിലും ഉണ്ട് ഇസ്രായേൽ ബങ്കർ. അതുകൊണ്ടാണ് എവിടെങ്കിലും ഷെല്ല് വീഴുമ്പോൾ മലയാളി പെങ്കൊച്ചുങ്ങൾ അപ്പച്ചനെ തൂക്കിയിട്ട് ഒറ്റ പോക്ക് താഴെ ഗുഹയിലോട്ട് ദാനിയേൽ ശിംഖക്കുഴി പോയോല ഇസ്രായേലിനകത്തെല്ലാം പോകുന്നത്. ഇതൊക്കെ ടെലിവിഷൻ കാണണം, അല്ല നാട്ടിലുള്ള സീരിയൽ കാണാതിരിക്കരുത്. സ്വോത്രം. അതുകൊണ്ടാണ് ഇന്ന് തമിഴ്നാട്ടിൽ അനേക കുഞ്ഞുങ്ങൾ ഇസ്രായേൽ. ഈ മാർത്താണ്ഡ കളിക്കാവുള്ള എത്ര പേര് എന്നോട് പ്രസംഗം കേൾക്കുന്നുണ്ട്, അവരും ഇസ്രായേൽ. അതുകൊണ്ടാണ് ദാനിയേൽ ശിംഖക്കുഴി ചാടിയാൽ അമ്മച്ചാട്ട് ഒറ്റ പോക്ക് മേള് കുട്ടുവത്തിന് ഷട്ടറിലിട്ടോളം ഒറ്റ ഇട്ട് AC ഓണാക്കും. സ്വോത്രം. അതാ ബങ്കർ. അവിടെ റേഡിയേഷൻ ബോംബും വരത്തില്ല. എല്ലായിടത്തും ഉണ്ട്. ഇസ്രായേൽ ബസ് സ്റ്റോപ്പിലുമുണ്ട്, മാളിലുമുണ്ട്. അങ്ങനെ ഒരു സ്ഥലമായി ഇസ്രായേൽ. എല്ലാ വീട്ടിലുമുണ്ട്. അവർ പറഞ്ഞു, സാറേ ഇവരെല്ലാം ബങ്കറിലാക്കുക. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, 1 മാസം യുദ്ധം ഉണ്ടായാൽ നിങ്ങൾ ബങ്കറിലാക്കൂ? അവർക്ക് വെള്ളവും വെളിച്ചവും വേണ്ടേ? അതുകൊണ്ട് ഈ റേഡിയേഷൻ ഏക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. എല്ലാവരും കേൾക്കണം. അപ്പം അവർ പറഞ്ഞ 8 അടി കോൺക്രീറ്റ്. പ്രസിഡന്റ് പറഞ്ഞാൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി നടക്കത്തില്ല. അപ്പോൾ യഹൂദനാര അവനെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. ഇന്ന് രാത്രി നമ്മ കൺവെൻഷൻ ചെയ്തികൾ കടസിക്കാലം കേൾക്കുമ്പോൾ അവരൊരു കാര്യം ചെയ്തു. ഇസ്രയേലിനകത്ത് ഏകദേശം 1 കോടി പേരുണ്ട്. 97 ലക്ഷം പേരെങ്ങാണ്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെല്ലാം കൂടെ. യഹൂദൻ മാത്രം 90 എത്തി. എല്ലാവർക്കും ഇല്ല, സകല യഹൂദന്മാർക്കും ധരിക്കാൻ ഒരു കുപ്പായം ഇസ്രയേൽ തയ്പ്പിച്ചു. അതിൻ്റെ പേര് ലെഡിൻ്റെ കുപ്പായം, കറുത്തിയം. എല്ലാവരും കേൾക്കണം. കൊല്ലങ്കോട് ഊരമ്പ് ടെലിവിഷൻ ശരിയാക്കാൻ അല്ലെങ്കിൽ ആംപ്ലിഫയർ ശരിയാക്കാൻ പോകുമ്പോൾ വയറുകൾ അല്ലെങ്കിൽ കോയിലുകൾ ഒട്ടിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് ലെഡ്, കറുത്തിയം. ക്ലിയർ. ബൈബിളും സയൻസും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. എല്ലാവർക്കും കുപ്പായം കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാ? മിണ്ടുന്നില്ലല്ലോ. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറാണോ? റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയാണോ? അല്ലെ ആപ്പിൾ വീണ ന്യൂട്ടനാണോ? ആപ്പിൾ ന്യൂട്ടൻ്റെ തലേ വീണെന്നും പറഞ്ഞ് ചക്കയുടെ ചവിട്ടിലങ്ങ് നിൽക്കരുത്. തല വീണ് കഴിഞ്ഞ് കാര്യം പോകും. സ്വോത്രം. പണ്ടൊരു പയ്യൻ പറഞ്ഞാലും ഞാൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം പഠിക്കാൻ പോകുമെന്ന് എന്നോട് പറയുക, സാറേ ഞാൻ പ്ലാവിൻ്റെ ചവിട്ടി ഇരിക്കാൻ പോവാ, ചക്ക എങ്ങനെ വീഴുന്നെന്ന് അറിയാനായിട്ട്. ഞാൻ പറയും, നിൻ്റെ കാര്യം 108 ആംബുലൻസിലാന്ന്. സ്വോത്രം. ന്യൂട്ടൻ്റെ തലേ ആപ്പിൾ വീണിട്ട് ഗുരുത്വാകർഷണ സിദ്ധാന്തം ഗ്രാവിറ്റി ആവും പഠിച്ചെന്ന്. സ്വോത്രം. ഒരു പയ്യന് ഫിസിക്സ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു പയ്യൻ എന്നോട് പറയാം പ്ലാവിൻ്റെ കിട്ടിയിരിക്കുകയെന്ന്. ഞാൻ പറഞ്ഞു, അപ്പനോടും അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടിരുന്നോളെ. സ്വോത്രം. ഐസക് ന്യൂട്ടൻ അല്ല. അത് കഴിഞ്ഞിട്ട് സ്വോത്രം അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് അല്ല. ആദ്യത്തെ ശാസ്ത്രജ്ഞനായ യാക്കോബ്. പറഞ്ഞു തരാം. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച അമ്മായിയപ്പനായ ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 2 കാര്യം നടന്നു. ഒന്ന്, ലാബാൻ്റെ ആടുകൾക്കെല്ലാം വല്ലാത്ത രോഗം വന്നു. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് കണ്ടല സർവീസുകാരൻ്റെ ബാങ്ക് പൊട്ടിയോലെ ലാബാനിട്ടിരുന്ന ബാങ്കും അങ്ങ് പൊട്ടി. സ്വോത്രം. ഒരു രക്ഷയില്ല. അവസാനം ലാബാൻ യാക്കോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞ് ബാങ്കിലെ കാശും പോയി, ആടിനെല്ലാം വല്ലാത്ത രോഗം. അന്നേരം യാക്കോബ് പറഞ്ഞ്, പ്രതിഫലമില്ലാതെ ശുശ്രൂഷയില്ല. സ്വോത്രം. പെങ്കൊച്ചിനുങ്ങളെ കല്യാണം കഴിച്ച് തരാമെങ്കിൽ ആട്ടിൻ്റെ കള്ളറിയാൻ മാറ്റിത്തരാം. എല്ലാവരും കേൾക്കണം. സ്വോത്രം. യാക്കോബ് ഭയങ്കര ബുദ്ധിമാനാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാൻ വന്നു. യാക്കോബ് ഓക്കേ കലയ്ക്ക് കാടിക്കകത്ത് ഒരു പണി ചെയ്തു. എന്താ? പുന്നപടി ഞെരിഞ്ഞിൽ പടി. സ്വോത്രം. ആട് വല്ലാതെ പേടിച്ചു പോയി, ചനയറ്റു. 6-ാം മാസം ആട് പ്രസവിച്ചു. കറുത്താടും വരയാടും. സ്വോത്രം. അപ്പോൾ ആട്ടിൻ്റെ കളർ മാറ്റിയാരാം? രാജീവ് ഗാന്ധി സെൻറ്റർ ബയോടെക്നോളജി പൂജപ്പുരയല്ല, മണ്ണത്തി സർവകലാശാലയല്ല, MGR യൂണിവേഴ്സിറ്റി ചെന്നൈയുമല്ല. ആദ്യത്തെ ആട്ടിൻ്റെ കളർ മാറ്റിയവനാ യാക്കോബ് ശാസ്ത്രജ്ഞൻ വല്യപ്പൻ. അവൻ്റെ കൊച്ചുമക്കളാ ഇന്നത്തെ ഇസ്രയേൽ. അന്നത്തെ കാലത്ത് ആട്ടിൻ്റെ കളർ മാറ്റിയവനാ. ഇന്ന് അവൻ ലോകത്തെ എന്തോ മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം.
അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിയാ, അവനോട് ജയിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, അത്ര ബുദ്ധിയാ. അപ്പം ആദ്യത്തെ ശാസ്ത്രജ്ഞനായ യാക്കോബ്, ആട്ടിൻ്റെ കള്ളർ മാറ്റിയ ശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് ഇന്ന് ഇസ്രയേലിനകത്ത് സകല മനുഷ്യർക്ക് റേഡിയേഷൻ ഏകാതിരിക്കാൻ അരുമയാന കുപ്പായം, ലഡിൻ്റെ കർത്തിയും. അതുകൂടെ കേൾക്കണം, 1 മിനിറ്റ്. ഇസ്രയേൽ അത് ടെസ്റ്റ് ചെയ്ത് എവിടെ? സീനായി മരുഭൂമി. അവിടെ മരിച്ചവരുടെ ചില ശവശരീരം, അതിനകത്ത് നമ്മൾ ഈ രാത്രി ബൈക്കിൽ കോട്ടിടുന്ന പോലെ കർത്തിയത്തിൻ്റെ കോട്ടിട്ട് അവിടെ അങ്ങോട്ട് കിടത്തി ഇസ്രയേലിൻ്റെ വിമാനം റേഡിയേഷൻ കൊടുത്ത്, ക്യാൻസറിന് കൊടുക്കുന്നത് പോലെ കൊബാൾട്ട് റേഡിയേഷൻ കൊടുത്തിട്ട് പരിശോധിച്ചു. ഈ കോട്ടിനകത്ത് അടിച്ചല്ലാതെ ചത്ത ശരീരത്തിലെത്തിയില്ല. ബെഞ്ചമിൻ പറഞ്ഞു, രക്ഷപ്പെട്ടു. നമ്മുടെ എല്ലാവർക്കും ഈ ഇറാൻ്റെ മിസൈൽ, ലോകത്തിൻ്റെ മിസൈലേക്കാതിരിപ്പാൽ, ഒരു ബുള്ളറ്റേക്കാതിരിക്കാൻ ബുള്ളറ്റ് പോൽ പ്രൂവ് പോലെ റേഡിയേഷൻ. இந்த குமரி மாவட்டம் அருமையான ஊழியக்காரு, இந்த அருமையான வேலைக்காரு, നമുക്ക് ഏതെങ്കിലും ഉപായമുണ്ടോ? കേരളത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട, സ്വോത്രം. നീ തമിഴ്നാട് ഒരു പരുവത്തിൽ ദൈവകൃപയാൽ പോന്ന്, നമുക്ക് വല്ല കുപ്പായമുണ്ടോ? ഉള്ളത് പോകാതിരിപ്പാൻ പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. നമുക്കൊരു കുപ്പായം കിട്ടി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിലെ ക്രൂശിപ്പാൻ ഒരേശുവിനെ കിട്ടി. പടയാളികൾക്ക് അവൻ്റെ വസ്ത്രം കിട്ടി. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ ജനിപ്പിച്ചു, മടക്കിയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ ബാർ ഹോട്ടലുകാരനും കള്ളുകടക്കാരനും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. എന്തായാലും ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാം രാത്രി നമുക്ക് കാൽവറിയിൽ നിന്ന് ഒരു കുപ്പായം കിട്ടി. അതിൻ്റെ പേര് രക്ഷയുടെ വസ്ത്രം. കരമുയർത്തുന്നവർക്കായി ഒന്നാമത്തെ ഏദനിനകത്ത് രക്ഷയുടെ വസ്ത്രം ഇല്ലാതാക്കിയപ്പോൾ ഒടുക്കലത്തെ ആദാം കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ദേഹമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി ഒരു കുപ്പായം കിട്ടി. ആ കുപ്പായം ആ രക്ഷയുടെ വസ്ത്രം. ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. മാനസാന്തരപ്പെടുന്നവർക്കായി അന്ത്യകാലത്തിൻ്റെ പ്രസംഗം നെഞ്ചു കയറി പ്രസംഗിക്കുക. ഇനി ചങ്കവിളയോ ചൂഴാലോ കൊല്ലംകോടോ വചനം കേട്ടില്ലെന്ന് പറയരുത്. ലോകവും ബൈബിളും. അത് കഴിഞ്ഞിട്ട് ആറ്റമായുധം പൊട്ടിയാൽ, 2 കാര്യം കൂടെ പറഞ്ഞ് ഇടവേളയിലേക്ക് പോകാം. ആറ്റമായുധം പൊട്ടിയാൽ 18,000 ആറ്റമിക് വെപ്പൺ സിറ്റുവേറ്റഡ് ആൾ ഓവർ ദ വേൾഡ് ഇൻ കണ്ടിന്യൂസ്ലി. അമേരിക്ക 3,000, റഷ്യ is also 3,000, ബ്രിട്ടൻ 2,000, then India 800, the neighbor state of India, Pakistan 140. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ ഇരിപ്പുണ്ട് 200 കൂടുതൽ. അവനെ പറയുന്നത് ഞങ്ങൾ പൊട്ടിക്കുമെന്ന്. സ്വോത്രം. ഇതെല്ലാം അന്ത്യകാല തീരാറായി. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ വായിക്കാൻ മോനെ. പെന്തിക്കോസാരെല്ലാം കേൾക്കട്ടെ. കൊല്ലംകോടെല്ലാം ഉണർവ, വിടുതല, ആശീർവാദ. ലോകം തീരാറായി, പെട്ടകത്തിൻ്റെ വാതിലടയാറായി. ഈ ദിവസങ്ങളിൽ അപ്പച്ചൻ്റെ രക്ഷ ഏറ്റെടുത്തോണം അരുമയാന മക്കളെ. അതുകൊണ്ടായി സുവിശേഷം ഇവിടെ ഇത്ര ദിവസങ്ങളായിട്ട് മാറി മാറി കൊല്ലംകോട് കളിക്കാവളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാം എസെക്കിയേൽ പ്രവചനം 39, 14, 15. ആറ്റ അഥവാ പട്ടയ വാള് മാറ്റമൊക്കെ പൊട്ടിയാൽ എന്തായിരിക്കും? എസെക്കിയേൽ 39, 14, 15. കുഞ്ഞു വായിച്ച ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്. ആറ്റം പൊട്ടിയാൽ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്. അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. ഈ ആറ്റമായുധം പൊട്ടിയാൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്ന നിത്യ പ്രവൃത്തിക്കാരെ നിയമിക്കും. അതായി കോവിഡ് ശവം അടക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നു. തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും നാഗർകോവിലും മരുത്തോമലയും മരിച്ച ഒരു ബോഡി പോലും കൊല്ലംകോട് തന്നില്ല. 6 പേര് 108 ആംബുലൻസിൽ കൊണ്ടുവന്ന് എവിടോ ശവക്കോട്ടെ കുറേ എണ്ണത്തിനെ കത്തിച്ച്. നിത്യപ്രവർത്തിക്കാർ, ശവമടക്കുന്ന ജോലിക്കാർ. അവരെ ഇംഗ്ലീഷിൽ വി ആർ ടെല്ലിങ് പ്രൊനൗൺസ് ഇറ്റ് ഇംഗ്ലീഷ് ബറിയേഴ്സ്, ഡെയിലി വേജസുകാർ. എത്ര ക്ലിയർ ഇതൊക്കെ ബൈബിൾ. നിത്യപ്രവർത്തിക്കാരെ എഴുന്നേൽപ്പിക്കും. അടുത്തത് 7 മാസം കഴിഞ്ഞ ശേഷം. ഇന്ന് രാത്രി നിങ്ങളുടെ എല്ലാം അരുമയാന മൊബൈലിലിരിക്കുന്നത് ഒന്ന് ടൈപ്പ് ചെയ്യണം ഗൂഗിളിനകത്ത്. റഷ്യ ഉക്രൈൻ വാർ അറ്റ് റഷ്യ ഉക്രൈൻ ഡെഡ് ബോഡി ഓൺ സെമിത്തേരി. ഒന്ന് അടിച്ചാൽ മതി. വഴി നീളം കിടപ്പുണ്ട്, കിടങ്ങിനകത്തുകൊണ്ട് തട്ടുക. 7 മാസം കഴിഞ്ഞിട്ട് ആരും ഇതിനെ തൊടത്തില്ല. അത് ആറ്റമിക് റേഡിയേഷൻ. 7 മാസം കഴിഞ്ഞിട്ട് അവർ പരിശോധന കഴിക്കും. അടക്കം ചെയ്യുന്നവർ. വായിച്ചാട്ട് മോനെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. ഈ ആറ്റം പൊട്ടിയ മനുഷ്യന്റെ ശരീരം ആരും തൊടത്തില്ല. കോവിഡ് വന്ന അപ്പച്ചൻ്റെ ശരീരം മക്കൾ ആരെങ്കിലും തൊട്ടോ? കര ഉയരുന്നില്ലല്ലോ. നമ്മൾ 4 മാസ്കുമായിട്ട് അത് ദൂരെ കൂടെ പോയത്. ഒന്നല്ല സ്വോത്രം. വിശ്വാസി 2, പാസ്റ്റർമാർ 4. സ്വോത്രം. സർദാക്കന്മാർ മുഖം മറച്ചോല്ല ഞങ്ങൾ പോയത് കൈ കൊടുക്കാതെ. സ്വോത്രം. എവിടെയെങ്കിലും ഒന്ന് അടിച്ചാൽ കാര്യം പോയി കിട്ടും. സ്വോത്രം. അങ്ങനെയെങ്കിൽ കോവിഡ് മരിച്ച അപ്പച്ചൻ്റെ ശവശരീരം പോയിട്ട് കാലേ പോലും എൻ്റെ പപ്പായ എനിക്ക് വെള്ളം തന്നെന്ന് ഒരെണ്ണവും തൊട്ടില്ല. ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ ശരീരം കിടന്നാൽ അതിനകത്തുനിന്ന് റേഡിയേഷൻ ഉണ്ടാവും.
11 kV ഇലക്ട്രിക് ലൈന് പിടിച്ചവനെ പുറകെ പിടിക്കുന്നവൻ അടിക്കുന്നവന് അപ്പച്ചൻ മരിച്ചാൽ ശരീരത്ത് കയറിയ ആറ്റത്തിൻ്റെ റേഡിയേഷൻ വീണ്ടും കയറും. അതുകൊണ്ട് ആരും തൊടത്തില്ല. അടയാളം വെക്കും. കാർ കേടായാൽ പാറശാല കിടക്കുന്നവർ അവിടെ കിടക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ വായിച്ചാട്ട് മോനെ, സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. ആറ്റമായുധം പൊട്ടിയ മനുഷ്യന്റെ അസ്ഥി വഴി കിടക്കും. അതിന്റെ അരികെ അടയാളം വെക്കും. അടുത്തത് അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ. ഇസ്രായേലിനോടുള്ള ബന്ധത്തെ പാറശാലക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്കോട് തൊട്ടടുത്ത് മീക്കായൽ തോപ്പ്, പുത്തൻ തോപ്പ്, കോളനി, കൊല്ലങ്കോട് അല്ലെ പഴവഞ്ചാല് കടലിൻ്റെ അവിടെ കൊണ്ടുവന്ന് താക്കുമെന്ന്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. ഒരു കാര്യം കൂടെ, തമിഴ് മക്കൾ, തമിഴ് ഈഴം നേതാവ് വേലുപ്പുള്ള പ്രഭാകരൻ, അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാണ് സ്വോത്രം. അദ്ദേഹത്തെ തട്ടി എവിടെയാണെന്നറിയാം? ശ്രീലങ്കയെ വെച്ച തട്ടിയ സ്ഥലം ബട്ടിക്കോലോവയ. ആരാ കൊന്നത്? പിന്നെ ശ്രീലങ്കൻ പട്ടാളം പ്രഭാകരനെ മോനെയും കൊന്നു. ക്ലസ്റ്റർ ബോംബ്, ശരീരം പൊട്ടിത്തെറിച്ചു. പക്ഷെ അവരൊരു കാര്യം ചെയ്തു, ഒരു ചാനലും കാണിച്ചില്ല, BBC മാത്രം കാണിച്ചു. അതിനകത്തൊരു ടാർപ്പ മൂടി. 6 മാസത്തേക്ക് അതുവഴി വന്നില്ല. ഗോഡൌണി സിമെൻ്റ് ഇരിക്കുന്നല്ലോ അവിടെ ഇരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ പൊക്ലൈനർ വന്നു. അദ്ദേഹത്തിൻ്റെ അസ്ഥികളാണ് കിട്ടിയ വേലുപ്പിള്ള പ്രഭാകരൻ്റെ മകൻ്റെ. അതെവിടെ കൊണ്ടുവന്നു? ജാഫ്നയിലെ കടലിടുക്കിലാണ് കൊണ്ടുപോയത്. കടൽ വെള്ളത്തിൻ്റെ അവിടെ കുത്തി റേഡിയേഷൻ ഏക്കാതിരിപ്പാൻ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ ശവശരീരവും ആസ്തിയും വഴിയരികെ കിടക്കും. വീട്ടുകാർ വരത്തില്ല, നാട്ടുകാർ വരത്തില്ല. ഇന്ന് രാത്രി വെട്ടുവിള പെന്തക്കോസ് ചർച്ചിനോട് പറയുന്നു, ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശ്വാസപ്പീടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, പാസ്റ്റർ വരത്തില്ല, അച്ഛൻ വരത്തില്ല, പരിപ്പ് വട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ മനുഷ്യൻ്റെ ശവശരീരം 3-ാം ലോകമഹായുദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് വഴിയരികത്ത് കിടക്കുന്നവരെ കാഴ്ച വരോ? വരാനിരിക്കുന്ന ഈ 3-ാം ലോകമഹായുദ്ധത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? ഇന്ന് രാത്രി വെട്ടുവിളി. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാദിവസം. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല മക്കളെ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. തീർന്നില്ല. അടുത്ത സഹോദരങ്ങളെ, ഈ ആറ്റം പൊട്ടിയാൽ ഇതൊക്കെ കേൾക്കണം. കൊല്ലങ്കോടോ പാറശാലയെ പോലൊന്നും ഇതൊന്നും പറയത്തില്ല. ആറ്റം പൊട്ടിയാൽ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ വായിക്കാം. സെക്കരിയ പ്രവചനം 14:12. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. സെക്കരിയ ദീർഘദർശിയിൽ കടിതം ചാപ്റ്റർ 14 വേഴ്സ് 12, അധികാരം 14 വചനം 12. വായിച്ച് സഹായിക്കാം. സെക്കരിയ 14:12 വായിച്ചിട്ട് മോനെ. സെക്കരിയ പ്രവചനം 14:12. ആറ്റം പൊട്ടിയാൽ യെരൂശലേമിനോട് യുദ്ധം ചെയ്ത അത് സകല ജാതികളെയും. പാറശാലയിലും യുദ്ധം വരും. 3-ാം ലോകമഹായുദ്ധം ലോകം മൊത്തം അടിച്ചുകൊണ്ടിരിക്കും. അത് സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അതിൻ്റെ പേര് ന്യൂറൽ ഇൻഫെക്ഷൻ. ശാമുൽ പാഷ മാറ്റരുത്. എല്ലാവരും കേൾക്കണം. ഒരു നിമിഷം എല്ലാവരും കേൾക്കണം. നാളെ നിങ്ങൾക്ക് യോഗമില്ല. കഴിഞ്ഞ 310 ദിവസമായിട്ട് ഇസ്രയേൽ പലസ്തീനുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കാം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ 2 പ്രാവശ്യം സൗദി കൂടി. ബെഞ്ചമിൻ നെതന്യാഹു പറയും, ഞങ്ങളുടെ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിൻ്റെ പേര് വൈറ്റ് ഫോസ്ഫറസ്. അത് കുടഞ്ഞാൽ, നാട്ടുകാരോട് ഞാൻ പറയാം, നട്ടല് പഴുക്കാൻ തുടങ്ങും. പിന്നെ അവർ തല നോക്കത്തില്ല. ഇസ്രയേലുമായിട്ട് അടി ഹമാസ് തുടങ്ങിയപ്പോൾ UN സെക്രട്ടറി ഇന്നത്തെ അന്തോണീസ് കുട്രാസ് നെതന്യാഹുവിനോട് പറയാം, സാറേ അത് കുടയരുത്. അതുകൊണ്ടാണ് ഇസ്രയേൽ ഇന്ന് ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, അന്തിമ ദിനത്തിൽ വൈറ്റ് ഫോസ്ഫറസ് കുടഞ്ഞാൽ, ന്യൂറൽ ഇൻഫെക്ഷൻ, നട്ടല് പഴുക്ക്, അവർ നിവർന്നു നിൽക്കുമ്പോൾ ശരീരം ചീഞ്ഞഴുകും. ഇവിടെ നിൽക്കണോ പോണോ? ആരോ ഉയരുന്നില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, മുന്നാടി തമിഴ്നാട്ടിൽ അരുമயான ஊழியக்கார், കന്യാകുമാരി, നാഗർകോവിൽ മാവട്ടം, തിരുനെൽവേലി, ഇങ്ങ നാൾക്കളിലെല്ലാം അന്ത്യകാല ചെയ്തികൾ കൊടുക്കുന്ന അനവധി ഊഴിയക്കാർ ഇരിക്കാറുണ്ട്. ഞാൻ ഈ മേൽപ്പാല, അരുമന, പനങ്കാല അവിടെ എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കുമ്പോൾ പാവപ്പെട്ട അപ്പച്ചന്മാരാന്ന് പറയും, അയ്യാ ഒന്നുമേ കേൾക്കൂടാതെ ഉലകത്തെ മുഴുവൻ കടസിക്കാല ചെയ്തികളും നമ്മ അപ്പ വരാറായി. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്കല്ലേ പിന്നെ അവിടെ എല്ലാം കൂടെ നമ്മുടെ അവിയൽ പാർട്ടികളെല്ലാം ഇവിടെ കയറിയത്. സ്വോത്രം.
മാനസാന്തരപ്പെട്ടു വേണം. സ്വോത്രം. ഒന്ന്, ശരീരത്തിന്റെ നട്ടൽ കുനിയും. അടുത്തത് കണ്ണ്. വായിച്ചാട്ട് മക്കളെ. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ആറ്റം പൊട്ടിയാൽ, ഗ്രനേഡ് പൊട്ടിയാൽ, എല്ലാവരും കേൾക്കണം, രണ്ടാം ലോകമഹായുദ്ധം. അരുമயான ചെയ്തികൾ. അന്ന് ഹിരോഷിമ നാഗസാക്കി ഓഗസ്റ്റ് 6-8 2 ബോംബിട്ടു. ആരുടെ വിമാനം? അമേരിക്കയുടെ എനാഗുള ബോട്ട്സ്കാർ. ഈ രാവിലെ സ്കൂളിൽ പോയ കുളന്തകൾ, ഇതായിരിക്കുന്ന ചിന്നു ചിക്കു, ഇതായിരിക്കുന്ന കൊച്ചുമോള് മിന്നു, ഇവരെ പോലെയുള്ള രാവിലെ സ്കൂളിൽ പോയപ്പോഴാണ് ബോംബ് വീണത്. കുഞ്ഞുങ്ങൾ വിചാരിച്ച എന്താ മഴവില്ല് വരുവാന്ന്. അവരെ ചോറ്റുപാത്രം എടുത്ത് കളഞ്ഞു. ബോംബ് വീണപ്പോൾ കയ്യിലെ കുടയും പടിയെടുത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ കുളത്തിലും കടലിലും ചാടി. അന്നത്തെ ജപ്പാന്റെ ചരിത്രം എന്താണെന്നറിയോ? 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളം തിളച്ചു. നമ്മൾ കൊല്ലംകോട് കടലിൽ ചാടിയോളെ കുഞ്ഞുങ്ങളുടെ കണ്ണ് തടത്തിൽ ഉരുകി അങ്ങ് ഇറങ്ങി കടലിനകത്ത്. അതുകൊണ്ടാണ് ഇവിടെ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം പ്രാവിനെ പറപ്പിക്കും. വേണ്ട വേണ്ട, യുദ്ധം വേണ്ട. കണ്ടോ? അങ്ങനെയെങ്കിൽ 18,000 ആറ്റം വീണാൽ, ഇവിടുത്തെ ചൂട് കൂടിയാൽ, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ കൊല്ലംകോട് കടലിൽ ചാടിയാൽ തണുപ്പാന്ന് വിചാരിക്കും. പുഴയെ ചാടിയാലും തണുപ്പാ. പക്ഷെ അതല്ല മക്കള്, ചൂട് കൊണ്ട് കണ്ണ് തടത്തിൽ തന്നെ ഉരുകി അങ്ങ് ഇറങ്ങും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. അടുത്തത് വായിക്കാം. നാവ്. വായിച്ചാട്ടെ. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അയ്യോ, നാക്ക് ചീഞ്ഞഴുകും. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇവിടെ നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. കൊല്ലംകോട്, ഊരമ്പ്, മീക്കായൽ തോപ്പ്, പൂവാറ്. ഇടയ്ക്ക് ഇവിടെ ട്രോളിങ് വന്നു. ആ സമയത്ത് തൂത്തുക്കുടിയിൽ നിന്ന് പെട്ടിക്ക് മീൻ ഊരമ്പി കൊണ്ടുവന്നു. നമ്മുടെ പാസ്റ്റർ തന്നെ പിടിക്കാം. പാസ്റ്റർ എന്ന് നല്ല പച്ചമീൻ കൊടുത്തിട്ട്, അമ്മാമ നല്ല കറി വെച്ച്, ഏതാ 4 ദിവസമായിട്ട് ഐസിട്ട മീൻ. സ്വോത്രം. അപ്പം പാസ്റ്റർ നാവിനകത്ത് ഒരു ചൊറിച്ചിലും നാവിൽ നിന്ന് വെള്ളവും വരുന്നു. കരം ഉയരുന്നില്ലല്ലോ. മീൻ കറി വെച്ച് അമ്മമാർക്കും അറിയത്തില്ല. സ്വോത്രം. കണ്ടില്ലേ? അന്നേരം ആ ഭർത്താവ് പറയുന്നത്, എൻ്റെ അച്ചായൻ പറയുന്നത് കേട്ടിട്ടില്ലോ, ഇതെനിക്ക് വേണ്ടത് ഞങ്ങൾ മാറ്റിയേരെ. സ്വോത്രം. അത് കഴിക്കുമ്പോഴേ നാക്കിനകത്ത് ചൊറിച്ചിലും വരും, നാവിൽ നിന്ന് വെള്ളവും വരും. അതെന്താ? ഫോർമാലിനടിച്ച മീനാ. സ്വോത്രം. പൂവാറിലെയും ഊരമ്പിലെ മീൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല മുളവും പൊണമ്പിളയും ഇട്ട് അച്ചായൻ 4 കഷ്ണം ഒറ്റ കഴിച്ചിട്ട് ഹല്ലേലൂയ പറയും. സ്വോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 2, ഇവിടെ ഈ മാർത്താണ്ഡത്ത് നിന്ന് അങ്ങോട്ട് വന്നൊരു സ്ഥലത്ത് തോവാളയുണ്ട്. കേൾക്കണം, നിങ്ങൾക്കറിയത്തില്ല. തോവാളയിൽ മാങ്ങ പറിച്ച് കൂട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്വോത്രം. കൺവെൻഷൻ പോയപ്പോൾ ഞാൻ അവിടെ ചൂളിയക്കാരനോട് ചോദിച്ചു, മാങ്ങ എங்கே പോയത്? അത് മാർക്കറ്റിൽ പോയത്. ഞങ്ങൾ ഉപദേശിമാർ വൈകിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ശരീരമൊക്കെ വിയർക്കാതിരിക്കാൻ നിവി അടിക്കുന്ന പോലെ ഞാൻ നോക്കിയപ്പോൾ രാത്രി പായ്ക്കകത്ത് നിർത്തിയിട്ടേക്കുന്ന മാങ്ങ ഒറ്റയടി, അരുമயான മാങ്ങ. സ്വോത്രം. രാവിലെ നോക്കിയപ്പോൾ എല്ലാം പഴുത്തിരിക്കുന്നു. സ്വോത്രം. കളിക്കാവിള മാർക്കറ്റ് വരും. ഇത് കോട്ടൂക്കോണം, ഇത് മൈസൂർ, ഇത് മൽഗോവ. സ്വോത്രം. തലേന്ന് പറിച്ച മാങ്ങ. ഇവിടെ മാർത്താണ്ഡത്തിനപ്പുറം തോവാളെ മരുന്നടിക്കുന്നത്. പച്ചയ്ക്ക് ഞാൻ പറയുമോ? അത് മരുന്നടിച്ച് പിറ്റേന്ന് മാങ്ങ പഴുക്കുമെങ്കിൽ, ആകാശത്തിൽ നിന്ന് ആറ്റമായുധം പൊട്ടിയാൽ, അതിൻ്റെ കണിക വായ്ക്കകത്തെത്തിയാൽ നിങ്ങളുടെ നാക്ക് പഴുത്തു പൊഴുത്തു പോകും. അതിന് മെഡിക്കൽ സയൻസ് വിളിക്കുന്ന പേരാ ടങ് ഇൻഫെക്ഷൻ. തൊണ്ട വരെ കത്തിപ്പഴുക്കും. ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതോ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആറ്റമായുധം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇനി 3 വാക്ക് കൂടെ പറയാൻ നിർത്താം. ഇടവേളയിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എടുത്തത്, ഈ ആറ്റം പൊട്ടിച്ച മണലെവിടെ? കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം. ഇതാ സയൻസ്. ആറ്റം പൊട്ടിച്ച് 7 മരുഭൂമി. ലൈവ് ജാസ്പറിൻ്റെയോ അല്ലെ റെഡ് വിയോ പിന്നെ എടുത്തോണം. അതിനകത്ത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നോട്ട് എഴുതാം. എന്താ? 7 മരുഭൂമിയിൽ ആറ്റം പൊട്ടിക്കുന്നു. 1 അമേരിക്കയിലെ നൊവേദ, 2 ഇസ്രായേലിലെ സീനായ്, 3 ഇറാനിലെ കാഗർ, 4 ചൈനയിലെ ബോബി, 5 പാകിസ്ഥാനിലെ കാരൻ, 6 റഷ്യയിലെ താഷ്കൻഡ്, 7 ഇന്ത്യയിലെ ടാർ മരുഭൂമി. ഇത്രയിടത്ത് ആറ്റം പൊട്ടിക്കുന്നു. ബൈബിള് സയൻസും. ആറ്റം പൊട്ടിച്ച മണലെവിടെ? നാട്ടുകാരെല്ലാം വിഷമിക്കുന്നു. നമ്മുടെ ഈ പണ്ട് പടക്കവും ചിരട്ടയും പൊട്ടിക്കുമ്പോൾ മേളിൽ പോയി പടക്കം പൊട്ടും, ചിരട്ട താഴെ വീഴും. ആറ്റം മരുഭൂമിയിൽ പൊട്ടിക്കുമ്പോൾ 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മണൽ പഴുക്കും ആറ്റത്തിൻ്റെ കൂടെ. ഇത് ഈ ആറ്റത്തിലൂടെ, പൊട്ടുന്ന ആറ്റത്തിലൂടെ അന്തരീക്ഷത്തിലോട്ട് കയറുക. ആ മണലെവിടെ? ശാസ്ത്രലോകം ഞെട്ടുന്നു. ഒരന്ത്യകാലത്തിലേക്ക് വരാൻ പോവുക. അതാ ലോകം. ഏറ്റവും നിർണായകമായൊരു സംഭവം ഇവിടെ വരും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കുഞ്ഞുങ്ങളിത് കറക്റ്റായിട്ട് കൊടുക്കണം. ആസിഡ് മഴ പെയ്യിക്കുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വരാൻ പോകുന്നു. അസിഡിക് റൈൻ, റൈഡോൺ റൈൻ.
ഇനിയാ എൻ്റെ സയൻസ്. ആകാശത്തിൻ്റെ ഒന്നാമത്തെ തട്ടിൻ്റെ പേരാ സ്ട്രാറ്റോസ്ഫിയർ. ലോത്തിൻ്റെ കാലം കേട്ട എത്ര പേരുണ്ട്? ലോത്തിൻ്റെ കാലം ആ കരമുയർത്തിയായിട്ട് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയത്. ആ വാക്ക് വായിച്ച ആരെങ്കിലും? ദൈവദാസിമാർ ഇവിടെ ഞാൻ പ്രസംഗിച്ചത് ഓൺലൈനിൽ കിടപ്പുണ്ട്. തീയും ഗന്ധകവും ഇറങ്ങി. അപ്പോൾ ആകാശത്തിൻ്റെ ഒന്നാമത്തെ തട്ടിൽ സൾഫറും ഫോസ്ഫറസും ഉള്ളത്. ബൈബിളും സയൻസും ഇപ്പം വായിച്ചു തരും. അപ്പോൾ അവിടെ ഈ മണലൂടെ കയറി. അതിന് വിളിക്കുന്ന പേരാ റൈഡോൺ. ദ കോമ്പിനേഷൻ ഓഫ് സാൻഡ്, സൾഫർ, then phosphorus is equal to radon. കേട്ടോ? സ്വോത്രം. വരാൻ പോകുന്നു രക്തമഴ, അസിഡിക് റൈൻ. നമ്പർ 1 മണൽ, നമ്പർ 2 സൾഫർ, നമ്പർ 3 ഫോസ്ഫറസ്. ഇതുകൂടെ ആകാശത്തിൽ കിടപ്പുണ്ട്. ഇത് മിക്സായി കഴിഞ്ഞാൽ താഴോട്ട് ഇത് പതിച്ചാൽ നിങ്ങളുടെ കിണറ്റിനകത്ത് വരാൻ പോകുന്ന രക്തവെള്ളമാ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കടലിൽ വരാൻ പോകുന്ന രക്തവെള്ളമാ. നിങ്ങളുടെ കൊല്ലംകോട് പിന്നെ നദിയിൽ വരാൻ പോകുന്ന രക്തവെള്ളമാ. അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു അന്തരീക്ഷത്തിൽ. സജുജാത്തന്നൂരല്ല, ISRO ദാ കാണിക്കുന്നു. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇടവേളയിലേക്ക് പോവാ, ആസിഡ് മഴ ഇവിടെ പെയ്യുമോ? വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം വരുന്നു. ആസിഡിക് റൈൻ. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അടുത്തത്, അവ രക്തമായി തീർന്നു. കരമുയർത്തുന്നവർക്കായി. സ്തോത്രം. ആകാശത്തിൽ നിന്ന് റൈഡോൺ വീണാൽ നദിയിൽ രക്തം, പുഴയിൽ രക്തം, കിണറ്റിൽ രക്തം. മക്കളെ, ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കണം. ഇനി അടുത്ത ചങ്കവിള അടയ്ക്കാൻ നോക്കി വരും. ഇത് പ്രസംഗിക്കത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഇവിടെ അനവധി ദൈവദാസന്മാരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എസക്കേലും ദാനിയേലോ പ്രസംഗിച്ചു, ഇരമ്യാവൊക്കെയാണ് പ്രസംഗിച്ചു ECM. ഇനി നിങ്ങൾ വിചാരിക്കും അടുത്ത ആഴ്ച ഇത് നോട്ട് എഴുതാമെന്ന്. പ്രസംഗിക്കത്തില്ല, വേറെ പ്രസംഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ടോണം. റൈഡോൺ, സൾഫർ, സാൻഡ് ആൻഡ് ഫോസ്ഫറസ് കോമ്പിനേഷൻ. അത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സമുദ്രത്തിൽ നീരുറവുകളിലും വീടും അത് രക്തമാകും. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. നിങ്ങളുടെ കിണറ്റുക്കുള്ള യാർ തണ്ണിയെ തരുവത്. താഴെ മഴ പെയ്യുന്ന തണ്ണി കീഴെ പോയി ഫിൽട്രേറ്റ് ചെയ്തതാ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം. ഇങ്ക പൈപ്പ് ലൈൻ ഇരിക്കുന്നത് അത് നദിയിലെ വെള്ളം, കൊല്ലങ്കോട് സമുദ്രത്തിലെ വെള്ളം, അതെല്ലാം അന്തരീക്ഷത്തിലെ വെള്ളം. അങ്ങനെയെങ്കിൽ കർത്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരുമേ അരുമயான செய்தியை கேட்டிருக்குது. ஒரு தாய் உங்க ஐயாய்க்கு காலையிலே கட்டன் காப்பியோ டிவியோ போகாൻ കിണറ്റുക്കുള്ള തണ്ണി എടുത്താൽ അത് വന്ന് രക്തവെള്ളം. തീർന്നില്ല. 7:30 മണിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാൻ അന്ത ലൈൻ വാട്ടർ ലൈനിൽ കൂടെ വരും. അത് തുറക്കും, അതും രക്തവെള്ളം. അപ്പം വിചാരിക്കും ഞങ്ങൾ എങ്ക പക്കത്തെ സമുദ്രം ഇരിക്കുന്നത്, നദി ഇരിക്കുന്നത്, ഞങ്ങൾ അങ്ങ പോകാം. അവിടെ ചെല്ലും തുണി അലക്കാൻ. വരുന്നത് രക്തവെള്ളം. കർത്തർ വരവിൽ ഇങ്ക കൊല്ലങ്കോട് ഊരമ്പ് വെട്ടുവിള കൈവിടപ്പെട്ടു പോയാൽ അടുപ്പുക്കുള്ള തീ ഇടുവത് രക്തവെള്ളം. അതുക്ക് മേൽ ഉൻ കുളന്തകളുടെ മേൽ സ്കൂൾക്ക് കോളേജിക്ക് പോകുമ്പോൾ വാട്ടർ ടാപ്പിൽ നിന്ന് വരുന്നത് രക്തവെള്ളം. വരാൻ പോകുന്ന ജലദുരന്തം. തീർന്നില്ല. ഉങ്ക ശരീരത്തിലിടുന്ന അരുമயான ட்ரெஸ்ஸுக்கு அது கிளியர் கட் பண்ணதுக்காது, அது வாஷ் பண்ணக்காது എങ്കയോ സമുദ്രത്തിലെ പുഴയിലോ പോയാൽ അവിടെയും രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പുള്ള ടീ പോടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങൾ കുളന്തയിലെ തലമേൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ ഡ്രസ്സിൽ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങൾ പിച്ചു ചീന്തി പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു.